നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മധ്യാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങി എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, 4ാം പ്രതി വി പി വിജീഷ്, 5ാം പ്രതി എച്ച് സലേം, 6ാം പ്രതി ചാത്തങ്കരി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ. മറ്റ് 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ദിലീപ് കുറ്റവിമുക്തനായതിന് പിന്നാലെ പ്രതികരിച്ച് ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദിർ ഷാ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നാദിർ ഷായുടെ പ്രതികരണം. ദൈവത്തിന് നന്ദി, സത്യമേവ ജയതേ എന്നാണ് നാദിർ ഷാ ഫേസ്ബുക്കിൽ കുറിച്ചത്. ദിലീപിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും താരം പങ്കുവച്ചു. മണലൂർ ഗവൺമെന്റ് ITI റോഡിൽ വാടക വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ തൃക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ സലീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള നിഷമോളാണ് മരിച്ചത്. ഭർത്താവ് സലീഷിനെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം എടക്കര മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ വട്ടത്ത് ഹസീന എന്ന 49 വയസ്സുകാരിയാണ് മരിച്ചത്. രജനീകാന്ത് നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പടയപ്പ 25 വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു. രജനീകാന്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഡിസംബർ 12-നാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ വീണ്ടും ചെന്നായ ആക്രമണം. വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ ചെന്നായ്ക്കൾ കടിച്ചുകൊണ്ടുപോയി. പൂർവ്വ ഗ്രാമത്തിൽ സന്തോഷിന്റെ മകൻ സുഭാഷിനെയാണ് ചെന്നായ്ക്കൾ കൊണ്ടുപോയത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി മങ്ങാട്ടുകരയിൽ 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക്. അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും 2.50 കിലോമീറ്റർ ദൂരവുമുള്ള ഈ വീടിന് 55 ലക്ഷം രൂപ പറയുന്നു. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.